പിന്നെ അതുപോലെ തന്നെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ ആദ്യത്തെ ഹായ്. അപ്പോൾ റിയാക്ടിന്റെ പാർട്ട് 2 ആണ് നമ്മൾ ഇന്നുള്ളത്. ആദ്യത്തെ പാർട്ട് 1-ൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് എങ്ങനെയാണ് ഒരു റിയാക്ട് ക്രിയേറ്റ് ചെയ്തത്, ആരാണ് ക്രിയേറ്റ് ചെയ്തത്, അതുപോലെ ജോർദാൻ വാൾക്കെ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പിന്നെ എന്തുകൊണ്ട് ആദ്യം അത് ഓപ്പൺ സോഴ്സ് ആയിരുന്നില്ല, അത് പ്രൈവറ്റ് ആയിരുന്നു. പിന്നീട് അത് ഫേസ്ബുക്കിന്റെ ആവശ്യത്തിനാണ് എടുത്തത്. പിന്നീട് എന്താണ് അത് ഓപ്പൺ സോഴ്സ് ആക്കി, കാരണം എല്ലാവർക്കും ഉപകാരപ്പെടും എന്നുള്ള രീതിയിൽ എന്തായി ഓപ്പൺ സോഴ്സ് ആക്കിയ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിരുന്നു, അതായത് ഇപ്പോൾ മറ്റുള്ള ഫ്രെയിം വർക്ക്സും അതൊക്കെ ഉണ്ടായാൽ തന്നെ പിന്നെ എന്തുകൊണ്ട് നമ്മൾ ലൈബ്രറി ആയ റിയാക്ട് ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ഇതൊന്നും അറിയാത്തവർ കേൾക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫസ്റ്റ് പാർട്ട് കാണാം. റിയാക്ടിന്റെ ഫസ്റ്റ് പാർട്ടിൽ എന്താണ് റിയാക്ട്, അതുപോലെ തന്നെ റിയാക്ട് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, വൈ റിയാക്ട് ജെഎസ് എന്നുള്ള ഒരു ടോപ്പിക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ മസ്റ്റായിട്ട് പോയി കാണേണ്ടതാണ്. കണ്ടാൽ മാത്രമേ ഈ സെക്കൻഡ് പാർട്ട് തിരിയുള്ളൂ. ഓക്കെ, അപ്പോൾ അത് കാണാം. പിന്നെ വേറൊരു കാര്യം സൂചിപ്പിക്കാനെന്ന് വെച്ചാൽ, ഈ റിയാക്ടിന്റെ പ്ലേലിസ്റ്റ് കാണുന്നതിന് മുമ്പ്, തൊട്ട് മുമ്പ് നിങ്ങൾ നമ്മുടെ ജാവാസ്ക്രിപ്റ്റിന്റെ പ്ലേലിസ്റ്റ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ആദ്യം പോയി അത് കാണണം. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ പ്രോപ്പറായിട്ട് റിയാക്ട് ജേസിന് വേണ്ട എല്ലാ കാര്യങ്ങളും, കാരണം റിയാക്ട് ജേസ് എന്നുള്ളത് തന്നെ ജാവാസ്ക്രിപ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉള്ളത്. കാരണം വെച്ചാൽ അതിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ജാവാസ്ക്രിപ്റ്റ് ആണ്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് മസ്റ്റായിട്ടും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, നോക്കിയിരിക്കണം. അത് നോക്കാതെ ജാവാസ്ക്രിപ്റ്റ് അറിയാതെ ഒരാൾ റിയാക്ട് തുടങ്ങാന്ന് വെച്ചാൽ ഇത് പോസിബിൾ അല്ല. കാരണം കംപ്ലീറ്റ്ലി ജാവാസ്ക്രിപ്റ്റ് ബേസ്ഡ് ആണ് ഈ പോകുന്നത്. കാരണം ജാവാസ്ക്രിപ്റ്റിന്റെ ലൈബ്രറിയാണ് റിയാക്ട് ജേസ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, റിയാക്ട് ജെഎസ് ജാവാസ്ക്രിപ്റ്റ് എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് നോക്കുക. അവിടെ തന്നെ ഉണ്ട് റിയാക്ട് ജെഎസ്. റിയാക്ട് ജെഎസിന്റെ ഫുൾ ഫോം തന്നെ ജാവാസ്ക്രിപ്റ്റ് ആണ്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് എന്ത് ചെയ്യുക, മസ്റ്റായിട്ട് നോക്കാം. പിന്നീട് ഒന്ന് സൂചിപ്പിക്കാനുള്ളത്, മൈക്ക് വീണ്ടും ചേഞ്ച് ആയിട്ടുണ്ട്. എന്തെങ്കിലും സൗണ്ട് ഇഷ്യൂസോ കാര്യങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കണം. അല്ലെങ്കിൽ നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്, അവിടെ വന്ന് വോയിസ് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, വേറൊരു കാര്യം പറയാന്ന് വെച്ചാൽ, കഴിഞ്ഞ പാർട്ട് 1-ൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബാച്ച് നമ്മൾ തുടങ്ങുന്ന ഓൺലൈൻ ബാച്ച് തുടങ്ങുന്നുണ്ട്, നമ്മൾ എന്തെങ്കിലും കോച്ചിങ് തുടങ്ങുന്നുണ്ട്. റിയാക്ടിന്റെ ഫണ്ടമെന്റൽസ് പഠിപ്പിക്കുന്ന കോഴ്സാണത്. അതായത് ബേസിക് സ്ക്രാച്ച് മുതൽ നമ്മൾ എന്ത് ചെയ്യും, HTML, CSS, അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ് ബേസിക്സ് മുതൽ കോർ വരെയുള്ള കാര്യങ്ങളും, പിന്നീട് റിയാക്ട് ജേസിൽ ഒരു പ്രൊജക്റ്റും കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇത് മാത്രമല്ല കേട്ടോ, കോഴ്സ് മാത്രമല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടുന്ന് എന്ത് ചെയ്യും, നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ, റെസ്യൂം എങ്ങനെ പ്രിപ്പയർ ചെയ്യുക, അങ്ങനെയുള്ള കുറേ സജഷൻസും, പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിൽ തന്നെ ഒരു ടെക്കി എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് എങ്ങനെ ഗ്രോ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അതിൽ കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യും, പഠിപ്പിച്ച് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കാണുന്ന ഫോമിൽ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിലേക്ക് എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക, അവർ നിങ്ങൾക്ക് ഗൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ വേറൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ സെറ്റപ്പും അതുപോലെ തന്നെ ലൈറ്റിങ്സും, മൈക്കിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അറിയിച്ചാൽ മതി. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഞാൻ ഒറ്റക്കാണ് സ്ട്രഗിൾ ചെയ്യുന്നത്. കാരണം ഞാൻ തന്നെയാണ് വീഡിയോഗ്രാഫറും, ഞാൻ തന്നെയാണ് ക്ലാസ് എടുക്കുന്നതും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റക്കാണ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, അറിയിക്കണം. ഉണ്ടെങ്കിൽ അറിയിച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞാൽ മതി. പിന്നെ മൈക്കിൻ്റെ കാര്യം, നമ്മൾ ഒരു മൈക്ക മേടിച്ചിരുന്നു. പക്ഷേ ആ മൈക്കെന്ന് വെച്ചാൽ ഇപ്പോൾ തൽക്കാലം ഒരു ടൂർ പോയിരിക്കുകയാണ്. മീൻസ് എൻ്റെ ഒരു പാർട്ട്ണർ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട് ഒരു കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ആൾ എന്ത് ചെയ്യും, തിരിച്ച് കൊണ്ടുവരും. അത് മിസ്സായി പോയതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അതെന്തായാലും ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ മൈക്കിൻ്റെ ഇഷ്യൂ എന്ത് ചെയ്യും, റെഡി ആക്കും. പക്ഷെ ഞാൻ എന്താ വെച്ചാൽ ഈ റിയാക്ടിൻ്റെ വീഡിയോ ഇങ്ങനെ നീണ്ടു പോവാണ്. കുറേ പേരും ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, കമൻറ്റ് വഴി ചോദിക്കുന്നുണ്ട്, എന്താ റിയാക്ട് തുടങ്ങാത്ത, ഗ്രൂപ്പിലും പേഴ്സണലി അയച്ചിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, നേരം വൈകിക്കുന്നില്ല. അതും ഇതും ഒക്കെ ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് എന്ത് ചെയ്യുന്നില്ല, നീക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇപ്പോൾ ഉള്ള സെറ്റപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യും, പെട്ടെന്ന് ഞാൻ തുടങ്ങിയെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ സപ്പോർട്ടാണ് മെയിൻലി നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, കൂടുതൽ പേർക്ക് എത്തിക്കുക, നമ്മൾ ഷെയർ ചെയ്യുക. നല്ല ഇതുപോലുള്ള കണ്ടൻസിന് എന്ത് ചെയ്യും, നമുക്കും ഒരു മോട്ടിവേറ്റഡ് ആയിരിക്കും എടുക്കാനും. ഇപ്പോൾ സത്യത്തിൽ പറയുകയാണെങ്കിൽ ഞാനിവിടെ ഇരിക്കുന്നുണ്ട് വെച്ചാൽ ഒറ്റ കാരണക്കാരൻ നിങ്ങൾ മാത്രമാണ്. കാരണം നിങ്ങൾ പറഞ്ഞുകൊണ്ട്, നിങ്ങൾ ഇത്രയും റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഇത്രയും പെട്ടെന്ന് തുടങ്ങുന്നത്. എന്തായാലും റിയാക്ടിൻ്റെ ചെയ്ത് തുടങ്ങുന്നുണ്ടായിരുന്നു, പക്ഷേ ഇത്രയും പെട്ടെന്ന് നമ്മൾ തുടങ്ങാൻ. കാരണം ഫസ്റ്റ് വീഡിയോ എടുത്തിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ 1 വീക്കായി.
അത് ഇനിയും അപ്ലോഡ് ചെയ്തിട്ടില്ല. കാരണം അറിയാം സെക്കൻഡ് വീക്കിൽ ഇത്രയും നിങ്ങൾ മീൻസ് ഒരു ഗ്യാപ്പ് വന്നു എന്നുള്ളത്. കാരണം ഒന്നുമല്ല, ഇത് ഇങ്ങനെയുള്ള ഇഷ്യൂസാണ്, ഒറ്റക്കാണ്, പിന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, അപ്പോൾ എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു, ഒറ്റക്കാവട്ടെ ആരായിക്കോട്ടെ, കീപ് ഗ്രോയിങ് കീപ് ഗോയിങ് എന്നുള്ള മൈൻഡ് സെറ്റാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കണം. ആരെ ഡിപ്പെൻഡ് ചെയ്തിട്ടോ മറ്റുള്ളത് നിൽക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക, മുന്നോട്ട് പോവുക. ഇതിലുള്ള ന്യൂ ടിപ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യും പറഞ്ഞുതരും. ഇത് മാത്രമല്ല, നമ്മൾ ടെക്നോളജി മാത്രം പഠിച്ചു പോയിട്ട് കാര്യമില്ല, അതിൻ്റെ കൂടെ തന്നെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മൾ എന്ത് ചെയ്യും, ഓരോ വീഡിയോസൊക്കെ ഇനി മുതൽ കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങളും അതിൻ്റെ സപ്പോർട്ട് നമുക്ക് വേണം. ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് കിടക്കാം. ഇനി MVC എന്നുള്ള ആർക്കിടെക്ചറാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഓക്കെ, MVC എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. മോഡൽ വ്യൂ കൺട്രോളർ ആണ്. അതിൽ വ്യൂവിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മുടെ റിയാക്ട് JS ബിൽഡ് ചെയ്ത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ പറഞ്ഞിരുന്നത് അല്ലേ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒന്നാമത് ഈ മോഡൽ വ്യൂ കൺട്രോളറിനെ കുറിച്ച് ബ്രീഫായിട്ട് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞു മോഡലിനെ കുറിച്ചാണ്. മോഡൽ എന്ന് വെച്ചാൽ എന്തായിരുന്നു, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. മോഡൽ എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഡാറ്റ മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾക്ക് ബിസിനസ് ലോജിക്ക് എഴുതാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് മോഡൽ. അതായത് ഇതൊരു ടെക്നോളജിയോ കാര്യങ്ങളൊക്കെ അല്ല, ഇതൊരു സ്ട്രക്ചറാണ് ഈ മോഡൽ എന്നുള്ളത്. ഈ മോഡലിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ റിയാക്റ്റിൽ മോഡൽ ഉണ്ടോ ഇല്ല എന്നുള്ളത് കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. അതായത് ഓൺലി ഫോക്കസ് വ്യൂവിനാണ്. പക്ഷേ റിയാക്ട് JSൽ ഈ മോഡലും കൺട്രോളറും പോസിബിൾ ആണ്. എങ്ങനെയെന്നുള്ളത് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് മോഡൽ എങ്ങനെ പോസിബിൾ എന്ന് വെച്ചാൽ ഡാറ്റ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്റ്റേണൽ, അതായത് ഇന്നർ അല്ല എക്സ്റ്റേണൽ ആയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റേറ്റും പിന്നെ അതുപോലെ തന്നെ റിഡക്സ് ഇതൊക്കെ ഉണ്ട്. റിഡക്സ് എന്താ സ്റ്റേറ്റ് എന്താന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നിങ്ങൾ ഇപ്പം തന്നെ എന്ത് ചെയ്യരുത്, മീൻസ് പെട്ടെന്ന് തന്നെ ധൃതി പിടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എന്താ അറിയുന്നില്ലല്ലോ എന്ന് വെച്ചിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നമ്മൾ പറഞ്ഞു തരുന്നതാണ്. അതിൻ്റെ ഓരോന്നും നിങ്ങൾക്ക് നല്ല രീതിയിൽ പറഞ്ഞുതരും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ആദ്യം മുതലേ എന്ത് ചെയ്യണം, ബേസിക്സ് മുതൽ. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് ആണെങ്കിൽ തന്നെ ബേസിക്സ് മുതൽ നമ്മൾ എന്ത് ചെയ്യും, നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് എടുത്തു തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതും നമ്മൾ എന്ത് ചെയ്യും, നല്ല രീതിയിൽ തന്നെ സാവധാനത്തിലാണെങ്കിൽ, അത് പ്ലേലിസ്റ്റ് കുറച്ച് നീണ്ടാലും കുഴപ്പമില്ല, നല്ല രീതിയിൽ നിങ്ങൾക്ക് മലയാളത്തിൽ ഇതുപോലുള്ള ഒരു വീഡിയോ കിട്ടാത്ത രീതിയിൽ അത്രയും പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ മോഡലാണ്. മോഡൽ എന്ന് വെച്ചാൽ സ്റ്റേറ്റും പിന്നെ അതുപോലെ റിഡക്സും എന്ന് വെച്ചിട്ട് കുറച്ച് ടൂൾസ് പാക്കേജസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റും, റിയാക്റ്റിൽ പറ്റും. ഓക്കെ, ഇനി കൺട്രോളർ എന്ന് വെച്ചാൽ വ്യൂ ആണ്. നെക്സ്റ്റ് എം കഴിഞ്ഞാൽ വ്യൂ അല്ല, വി ആണല്ലോ. വ്യൂ എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ് ഒരു വ്യൂ, അതായത് നമ്മൾ കാണുന്ന HTML പിന്നെ അതുപോലെ തന്നെ കാണുന്ന UI ഇതൊക്കെയാണ് വ്യൂ. ഓക്കെ, നമ്മൾ കാണുന്ന സംഭവങ്ങൾ. ഓക്കെ, ഇനി ഈ കൺട്രോളർ എന്താണെന്ന് വെച്ചാൽ മോഡലിനെയും വ്യൂവിനെയും കണക്ട് ചെയ്തിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സംഭവമാണ് കൺട്രോളർ. അതായത് ഇതിൻ്റെ മിഡിൽ നിൽക്കുന്ന ഒരു മിഡിൽ മാൻ എന്നൊക്കെ പറയാം. അതിനിപ്പോൾ നമ്മൾ മിഡിൽ വെയർ എന്നൊക്കെ പറയാം. അങ്ങനെയൊക്കെ എന്ത് പറയാം. നമുക്കത് കൂടുതലായിട്ട് ഡീപ്പായി പോകുമ്പോൾ അതിനെക്കുറിച്ച് ഓരോ വ്യൂ എടുക്കുമ്പോൾ വ്യൂ ആണെന്ന് ഞാൻ പറഞ്ഞുതരും, മോഡൽ എടുക്കുമ്പോൾ മോഡൽ എന്ന് പറഞ്ഞുതരും, കൺട്രോളർ ആണ് കൺട്രോളർ എന്നുള്ള രീതിയിൽ ഞാൻ പറയും. ഇത് പോസിബിൾ ആണ്. ഇപ്പോൾ യൂസ് എഫക്റ്റ് അല്ലെങ്കിൽ റിഡക്സ് കോണ്ടാക്ട് ഷേപ്പിംഗ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കൺട്രോളറും പോസിബിൾ ആണ്. ഇവിടെ റിയാക്ട് JSൽ നമുക്ക് പറ്റും. അതായത് വ്യൂവിനെ മാത്രമേ MVC ആർക്കിടെക്ചർ ആണ് നോർമലി ആംഗുലർ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് മൂന്നിനെയും ഫോക്കസ് ചെയ്യാതെ വീനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് റിയാക്ട് JS. അതുകൊണ്ടാണ് അത് ഫാസ്റ്റും പിന്നെ അതുപോലെ തന്നെ നമുക്ക് UI ഒക്കെ പെട്ടെന്ന് റെൻഡറായി കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. കഴിഞ്ഞ വീഡിയോ പ്രോപ്പറായി കണ്ടില്ല, ഇത് മനസ്സിലാകുന്നില്ല, നമുക്ക് കഴിഞ്ഞ വീഡിയോ കാണാം, അത് പ്രോപ്പറായി നോക്കുക. ഒരു 4-5 വട്ടം നോക്കുക. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടംപോലെ നിങ്ങൾക്ക് പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ആ നമ്പർ വഴിയുണ്ട്, അവിടെ നിന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ടെലിഗ്രാമിൽ കൂടുതലായി. അപ്പോൾ അവിടെ ഒരു കമ്മ്യൂണിറ്റി ആയി. അവരുടെ കമ്മ്യൂണിറ്റി ആയി എന്ന് വെച്ചാൽ അവിടെ എല്ലാവരും ഉണ്ട്. ഓക്കെ, അവിടെ എക്സ്പേർട്സ് ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങളെപ്പോലെ പഠിക്കുന്നവരുണ്ട്. അപ്പോൾ പഠിക്കാത്ത ആൾക്കാർക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ ഇനിയും മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് കമ്മ്യൂണിറ്റിയിൽ എൻഗേജ്ഡ് ആവാൻ നോക്കുക. അതായത് ഗ്രൂപ്പുകളിലൊക്കെ എന്ത് എൻഗേജ്ഡ് ആവാൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഇവൻറ്റ്സ് ഒക്കെ വരും. ഈ ടെക് ഇവൻറ്റ്സ് ഒക്കെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂർ ആണെങ്കിലും ശരി, കാലിക്കറ്റ് ആണെങ്കിലും ശരി, കൊച്ചിയിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പറ്റി ഇവൻറ്റ്സ് നടക്കുക. അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ഞാൻ എന്ത് ചെയ്യുക ചെയ്തുതരാം. ഇപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക ഇങ്ങനെ മനസ്സിലാക്കാം.
അപ്പോൾ എന്ത് ചെയ്യുക, ഇതിലെന്ത് ഗ്രൂപ്പിൽ നിങ്ങൾ എൻഗേജ്ഡ് ആവുക, ചോദിക്കുക, കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ എന്താ വെച്ചാൽ കുറേ കഴിഞ്ഞിട്ട് അതായത് നമ്മുടെ വീഡിയോസ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നീട് പോയിട്ട് ചോദിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഇപ്പം തന്നെ എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യുക. കാരണം ആ ചൂടോടെ കിട്ടുമ്പോഴാണ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നവർക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക, കേൾക്കുന്നത് നിങ്ങൾക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഡിലേ വരുത്താതെ എന്ത് ചെയ്യുക, പെട്ടെന്ന് കവർ ചെയ്ത് എന്ത് ചെയ്യുക, പോവാം. ഓക്കെ. അപ്പം വ്യൂ എന്നുള്ളത് വ്യൂ ആയി. ഇനി കൺട്രോളറാണ് ഈ പറഞ്ഞ രണ്ടിനെയും മാനേജ് ചെയ്യുന്ന ഒരു കൺട്രോളറാണ്. ഈ മൂന്നിനെയും നമുക്ക് റിയാക്ട് ജേസിൽ എന്ത് ചെയ്യാം, പോസിബിൾ ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും. സ്റ്റേറ്റ് വെച്ചിട്ടും ഇതൊക്കെ വെച്ചിട്ടും ചെയ്യാൻ പറ്റും. ഓക്കെ. ഈ ഇത്ര കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയല്ലോ. MVC എന്താണെന്നുള്ളത് പ്രോപ്പറായി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ. മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ മെസ്സേജ് അയക്കുക. നമ്മൾ എന്ത് ചെയ്യും, അവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. വോയിസ് മെസ്സേജ് ആയിട്ടും എങ്ങനെയെങ്കിലും. ഓക്കെ. അപ്പം അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ MVC എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി പറയാൻ പോകുന്നത്, ഇത് പഠിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ഓക്കെ. പിന്നെ എത്ര സാലറി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ. എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ആവറേജ് കേട്ടോ, ഞാൻ ആവറേജ് ഒരു ഇന്ത്യൻ്റെ ആവറേജ് വെച്ചിട്ടാണ് കണക്ക് കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ മൾട്ടിപ്പിൾ കമ്പനീസ് ഓൾറെഡി നിങ്ങൾ മനസ്സിലാക്കണം, മൾട്ടിപ്പിൾ കമ്പനീസ് ഉപയോഗിക്കുന്നുണ്ട്. റിയാക്ട് ജേസ് ഉപയോഗിക്കുന്ന കുറേ കമ്പനീസ്, ഇന്റർനാഷണൽ കമ്പനീസ് ഉപയോഗിക്കുന്നുണ്ട്, നാഷണൽ കമ്പനീസ്, അതായത് സ്റ്റാർട്ടപ്സ് മുതൽ MNC വരെ എല്ലാ കമ്പനീസും എന്ത് ചെയ്യുന്നുണ്ട്, ഈ റിയാക്ട് ജേസ് ഉപയോഗിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും എന്ത് ചെയ്യുന്നതാണ്, റിയാക്റ്റിലാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ റിയാക്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം അല്ലാത്ത സെയിൽസ് ഫോഴ്സ് എന്നുള്ള കമ്പനികൾ എല്ലാവരും അറിയായിരിക്കും. അതായത് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയാണ്, അമേരിക്കൻ ബേസ്ഡ് കമ്പനിയാണ്. അവരും റിയാക്ട് ഉപയോഗിക്കുന്നുണ്ട്. Airbnb നിങ്ങൾക്കറിയാം, അതും എന്ത് ചെയ്യുന്നുണ്ട്, അവരും ഉപയോഗിക്കുന്നുണ്ട്. സൊമാറ്റോ, അതുപോലെ തന്നെ റാസോർപേ, അങ്ങനെ മൾട്ടിപ്പിൾ കമ്പനി ഇന്ത്യയിൽ തന്നെ മൾട്ടിപ്പിൾ. ഇപ്പോൾ സൊമാറ്റോ പറഞ്ഞല്ലോ, പിന്നെ അതുപോലെ തന്നെ കുറേ കമ്പനി പറഞ്ഞിരുന്നില്ലേ. ഇതൊക്കെ എന്ന് വെച്ചാൽ ഇവർ മൈക്രോസോഫ്റ്റ് അടക്കം എന്ത് ചെയ്യുന്നുണ്ട്, റിയാക്ട് ജേസ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ. അപ്പോൾ എന്തായാലും ഇപ്പോൾ എന്ന് വെച്ചാൽ തന്നെ ഒരു അപ്ഡേറ്റ് വരികയാണെങ്കിൽ തന്നെ ഒരു റിയാക്ട് ഡെവലപ്പർ ഇല്ലാണ്ട് നടക്കൂല. അപ്പം ഹയറിംഗ് എന്ന് വെച്ചാൽ റിയാക്ട് ജേസിൽ ഇഷ്ടംപോലെ ഹയറിംഗ് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായി മനസ്സിലാക്കുക. അപ്പോൾ ഇഷ്ടംപോലെ ഹയറിങ് നടക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ലിങ്ക്ഡിൻ പോയാൽ തന്നെ ഇഷ്ടംപോലെ എന്ത് ചെയ്യുക, കാണാൻ പറ്റും. എന്ത് ചെയ്യുന്നുണ്ട്, റിയാക്ട് ഡെവലപ്പേഴ്സിന് നോക്കി ഇഷ്ടംപോലെ കമ്പനീസ്, സ്റ്റാർട്ടപ്പ് മുതൽ ഞാൻ പറയാം MNC വരെ റിയാക്ട് ഡെവലപ്പറിന് ഇഷ്ടംപോലെ ഹയറിങ് നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറേ ഇപ്പോൾ അടുത്തൊക്കെ ഒരു സോഷ്യൽ മീഡിയ കുറേ കാര്യങ്ങൾ കണ്ടിരുന്നു. അതിലൊക്കെ വന്നത് AI വന്നു, നിങ്ങൾ പേടിക്കേണ്ടതാണ്, അപ്പോൾ ഡെവലപ്പേഴ്സിൻ്റെ ഇതൊക്കെ പോവുകയാണ്. വെറും മണ്ടത്തരാണ്. മീൻസ് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. അതായത് ഇതിൽ പല കാര്യങ്ങളും ഉള്ളടക്കേണ്ടത്. വെറുതെ വന്ന് ഒരാൾ AI വന്നു, നിങ്ങൾ പേടിക്കേണ്ടതാണ്, ഡെവലപ്പേഴ്സിൻ്റെ ഒക്കെ ജോബ് പോവും, നിങ്ങൾ ഇനി കോഡിങ് പഠിക്കേണ്ട, പല ആൾക്ക് പലതും പറയുന്നുണ്ട്. ഓക്കെ. ഇതിനെക്കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു AI വരുന്നുണ്ട് എന്ന് വെച്ചിട്ട് ഡെവലപ്പറിൻ്റെ ജോബൊന്നും പോകില്ല. ഈ സ്കിൽ അപ്ഡേറ്റ് ചെയ്യാതെ ഇപ്പോഴും കുറേ ആൾക്കാർ എന്ത് ചെയ്യും, ഒറ്റ സ്കില്ല് വെച്ചിട്ട് കഷ്ടപ്പെടാൻ തയ്യാറല്ലാത്ത, കംഫോർട്ട് സോണിൽ നിന്ന് ഇങ്ങനെ പോകുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് എന്തായാലും ജോബ് പോകുന്നുള്ളത് ഉറപ്പാണ്. അവർ ജോബ് AI അല്ല എന്ത് വന്നാലും അവരൊരു ഒരു ടൈം പീരീഡ് ഉണ്ട്, ഒരു ടൈം ലൈൻ ഉണ്ട്. ആ ടൈം ലൈനിൻ്റെ അപ്പുറം പോകില്ല. ഓക്കെ. അവർക്ക് എന്ത് ചെയ്യും, അവരുടെ ഇതൊക്കെ പോയി. അത് സ്കില്ല് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ AI വന്ന് നമ്മുടെ ജോബ് പോകുമോ എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു പല ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, സംശയിക്കുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കണ്ട് പേടിക്കാതെ ഇതിന് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. കാരണം ഇഷ്ടംപോലെ റിസോഴ്സസ് ഉണ്ട് നമ്മുടെ അടുത്ത്. ഇപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് എന്ത് കാര്യങ്ങൾ, ഇപ്പോൾ ഒരു AI പഠിക്കണം അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് പഠിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഇഷ്ടംപോലെ റിസോഴ്സ് ഉണ്ട്. പിന്നെ അത് കുറേ AI ടൂൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പഠിക്കാൻ നമുക്ക് എളുപ്പമാക്കി തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിനോട് തന്നെ ചോദിച്ചാൽ മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചാറ്റ് ജി പി ടിനോട് ചോദിച്ചാൽ മതി, AI വന്നു, ഡെവലപ്പേഴ്സിൻ്റെ ജോബ് കുറയുന്നോട് ചോദിച്ചു നോക്കി, അപ്പം ഞാൻ എന്ത് ചെയ്യും, അത് ഗൈഡ് ചെയ്യും. നിങ്ങളുടെ കംപ്ലീറ്റ് റോഡ് മാപ്പ് അത് റെഡിയാക്കി തരും. ഓക്കെ. ഇതിനെക്കുറിച്ച് ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ വാച്ച് ചെയ്യുക, നല്ല രീതിയിൽ എന്ത് ചെയ്യുക, നമ്മുടെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ എന്ന് വെച്ചാൽ കുറേ കമ്പനീസ് എന്ത് ചെയ്യുന്നുണ്ട്, റിയാക്ട് ജേസ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ആവറേജ് ഒരു സാലറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ തന്നെ ഒരു ആവറേജ് ഒരു ഫ്രഷർ, കുറച്ച് സ്കില്ല്, നല്ല സ്കില്ലും പിന്നെ ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ ആൾക്ക് നമുക്ക് വെച്ചാൽ ഒരു 2.5 എന്ന് പിടിച്ചിട്ട് 5 LPA വരെ പ്രതീക്ഷിക്കാം. അത് കമ്പനി ബേസ് ആയിരിക്കും കൂടുതലും. ഓക്കെ. കമ്പനി എങ്ങനെ ആയിരിക്കും, പിന്നെ അതുപോലെ നിങ്ങളുടെ സ്കില്ല് എങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിലാണ്. ഓക്കെ. എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്ക് എങ്ങനെയും പ്രതീക്ഷിക്കാം. ഒരു അപ് ടു ഒരു 15 LPA വരെ, അതായത് ഒരു 2-3 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഏറ്റവും ഞാൻ പറയുന്നത്. അപ്പോൾ അവർക്ക് 15 LPA വരെ നിങ്ങളുടെ സ്കിൽ ബേസും കമ്മ്യൂണിക്കേഷൻ ബേസും നിങ്ങൾക്ക് എന്ത് ചെയ്യും,
എന്ത് ചെയ്യും കിട്ടും എന്നുള്ളതാണ്. ഇവിടെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ സ്കില്ല് മാത്രം, അത് ടെക്നോളജി മാത്രം അപ്ഡേറ്റ് ചെയ്ത കാര്യമില്ല. ഇവിടെ കമ്മ്യൂണിക്കേഷൻ മസ്റ്റാണ്. കാരണം നമുക്കൊരു കാര്യം അറിയാം, അത് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുറവ് തന്നെയാണത്. അത് നമ്മൾ ഇമ്പ്രൂവ് തന്നെ ചെയ്യണം. അതല്ലാതെ നമ്മൾ അറിയില്ല പറഞ്ഞ് നിന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് തന്നെ പറ്റും. ഓക്കെ, അതിനെക്കുറിച്ചൊക്കെ ഓരോന്നും ഞാൻ എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് വീഡിയോസായി ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി തോന്നുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് വഴിയോ അതുപോലെ തന്നെ ടെലിഗ്രാം വഴി എന്ത് ചെയ്യുക, അറിയിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ നെക്സ്റ്റ് വീഡിയോ നെക്സ്റ്റ് ടോപ്പിക്കുമായി കാണാം. കീപ് വാച്ചിങ്.